ഹായ്, ഐ ആം ആഷ് ബുഷ്, സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയുന്നത് ആങ്സൈറ്റിനെ പറ്റിയിട്ടാണ്. ആങ്സൈറ്റി എന്ന് പറയുന്നത് നാളത്തെ കാര്യത്തെ പറ്റി ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇന്നലത്തെ കാര്യത്തെപ്പറ്റി കുറേ കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആങ്സൈറ്റി എങ്ങനെയാണ്, ഇന്ന് ആങ്സൈറ്റിയെ പറ്റി നമുക്ക് നോക്കാം. ആങ്സൈറ്റിയിൽ ഫുഡ് റിഫ്ലക്സോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ്. മാറ്റം വരുത്താൻ പറ്റുവെച്ചാൽ നിങ്ങളെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്നതാണ് ഇത്തരത്തിലുള്ള ഫുഡ് റിഫ്ലക്സോളജി ട്രീറ്റ്മെൻറ്റുകൾ. അപ്പോൾ ഈ ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റിന് ഒരു കൺസൾട്ടിന് ശേഷം, ഡോക്ടറെ കൺസൾട്ടിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫുഡ് റിഫ്ലക്സോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നമ്മുടെ മനസ്സിനും അതേപോലെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത് നമുക്ക് ആശങ്ക എന്ന് പറയുന്നതാണ്. ശരിക്കും നമുക്ക് ഓരോന്നിനെ പറ്റിയിട്ടുള്ള ആശങ്കകളാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫുഡ് റിഫ്ലക്സോളജി നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ ആശ്വാസം നൽകുന്ന ഒരു പ്രകൃതിദത്ത ചികിത്സയാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഏറെക്കുറെ സഹായിക്കുന്ന ഒന്നാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ നമ്മളുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യാൻ ഈ സഹായിക്കുന്നുണ്ട്. നമ്മുടെ പാദത്തിലെ പ്രത്യേക പോയിന്റുകളിൽ അമർത്തുന്നതിലൂടെ ശരീരത്തിലെ കോർട്ടിസോൾ എന്ന് വെച്ചാൽ സ്ട്രെസ് ഹോർമോൺ, ഇത് കുറയ്ക്കുവാൻ ഈ ഫുഡ് റിഫ്ലക്സോളജി സഹായിക്കുന്നുണ്ട്. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുകയും ആ അവസ്ഥയിലേക്ക് മാറ്റുവാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഫുഡ് റിഫ്ലക്സോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നല്ല ഉറക്കത്തിന് ഇത് സഹായകരമാകുന്നുണ്ട്. നല്ല സ്ലീപ്പിംഗ് കിട്ടും. ആശങ്ക മൂലമുള്ള ഉറക്കവും അതേപോലെ സ്ട്രെസ്ലെസ്നെസ് കുറയ്ക്കുവാനും റിഫ്ലക്സോളജി വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൈനിയൽ ഗ്രന്ഥിക്ക് അനുബന്ധമായ പോയിന്റുകൾ ഉത്തേജിപ്പിച്ച് ഉറക്ക ഗുണനിലവാരം എന്ന് വെച്ചാൽ നമ്മുടെ സ്ലീപ്പിംഗ് കൂടുതൽ മെച്ചപ്പെടുത്താനും ഫുഡ് റിഫ്ലക്സോളജി സാധ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ട്രീറ്റ്മെന്റ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നാഡീവ്യവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ നാഡീവ്യവസ്ഥ സന്തുലിതമാക്കാനും തലച്ചോറിലേക്ക് സ്പൈനൽ കോഡിലേക്ക് സംബന്ധിച്ച പ്രദേശങ്ങളിൽ സമ്മർദ്ദം കേൾക്കുന്നത് നാഡീവ്യവസ്ഥ നല്ല റിലാക്സ് ചെയ്യാനും അതിലൂടെ നമ്മുടെ ആശങ്കയും ഭയവും കുറയ്ക്കുവാനും ഫുഡ് റിഫ്ലക്സോളജി സഹായകരമാണ്. അപ്പോൾ ഇതിന്റെ ഇത്രയും മാത്രമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള എഫക്റ്റ് കിട്ടുന്നതാണ്. സന്തോഷമായിട്ടുള്ള ഒരു ഹാപ്പിനെസ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. റിഫ്ലക്സോളജി സമയത്ത് ശരീരം എൻഡോർഫിൻ എന്ന ഫീൽ ഗുഡ് നമ്മുടെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനും ഇത് മനസ്സിന് സന്തോഷവും നൽകുവാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഗുണം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അത്തരത്തിലുള്ള ഒരു ഗുണം നമുക്ക് റിഫ്ലക്സോളജി കിട്ടുകയാണെങ്കിൽ അത് ചെയ്യുന്നത് വളരെയേറെ ബെറ്റർ ആയിരിക്കും. ആശങ്ക കുറയ്ക്കുന്ന പ്രധാന പോയിന്റുകളും നമുക്ക് ചെയ്യുമ്പോൾ കാലിന്റെ നടുവിരലിൽ, അതുപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കാൻ തരത്തിലുള്ള രീതിയിൽ സെറിബ്രം, അതേപോലെ തന്നെ പ്യൂട്ടറി ഗ്ലാൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ബിഗ് ടോസ്, അപ്പോൾ തലച്ചോറിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അവിടെയൊക്കെ നമ്മൾ ഈ പ്രഷർ കൊടുത്ത് അതിനെ ഓരോ പോയിന്റിലേക്കും കൊടുക്കുമ്പോഴേക്കും നമുക്കത് വളരെയേറെ